ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. ദോശ നമുക്ക് ആട്ടപ്പൊടി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന നീർദോശ ഉണ്ടല്ലോ, അതിനേക്കാൾ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു നീർദോശ കഴിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ രാത്രിയിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവർ ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു ദോശ. അതുപോലെ നമ്മൾ നീർദോശ അരിപ്പൊടി ഇട്ട് ഉണ്ടാക്കുന്ന നീർദോശ ഉണ്ടാക്കി കഴിക്കാറുള്ളവരുണ്ടല്ലോ, അപ്പോൾ അവർ ഇതുപോലെ ഒരു തവണ ഗോതമ്പ് പൊടി ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കാതിരിക്കൂല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർ പോലും വയറ് നിറച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1.5 ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ ആട്ടയാണ് കേട്ടോ. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് ഞാനിതാ കാണിക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം എടുത്തു കേട്ടോ. എന്നിട്ട് അത് 2-3 തവണയായി ഒഴിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എത്ര കറക്റ്റ് വെള്ളം എടുത്തായിരുന്നാലും പോലും നമുക്ക് ഒറ്റയടിക്ക് അത് ഒഴിച്ചിട്ട് കലക്കിയെടുക്കരുത് കേട്ടോ. നമുക്ക് പൊടിയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനിതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം നമുക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ 2ാമത്തെ ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആട്ടപ്പൊടി നമ്മൾ പാക്കറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് തരിച്ചെടുക്കാതിരിക്കരുത് കേട്ടോ. നമുക്ക് പാക്കറ്റ് പൊടി ആയിരുന്നാൽ പോലും പൊടി ഒന്ന് തരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2ാമത്തെ ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ നമ്മുടെ ഈ ബാറ്റർ നോക്കാൻ കണ്ടോ, ഇപ്പോഴും നല്ല കട്ടിയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതാ 1 ഗ്ലാസ് വെള്ളം കൂടെ എടുത്തു. പക്ഷേ ഞാൻ അതിൽ നിന്ന് 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. കണ്ടോ, 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 1.5 ഗ്ലാസ് പൊടിക്ക് നമുക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിൽ വേറെ ബേക്കിംഗ് സോഡ കാര്യങ്ങളൊന്നും ചേർക്കാനില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാവ് കലക്കി അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിതാ എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണ് നിങ്ങളുടെ ദോശക്കല്ല് ചെയ്യാറ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ നമുക്ക് സാധാരണ നീർദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അരിമാവ് വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. നിറയെ ഹോളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ അരിമാവ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നിറയെ ഹോള് വരുമല്ലോ. അപ്പം അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 2 മിനിറ്റ് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ എടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടെ മൊരിപ്പിച്ചൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫ്ലെയിമൊക്കെ നല്ല കുറച്ച് വെച്ചിട്ട് ഇത്തിരിയും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ ദോശച്ചട്ടിയിൽ നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ദോശയുടെ അരിക് ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ കുത്തി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ദോശയുടെ അരികൊക്കെ ഒരു വൃത്തിയില്ലാണ്ടാവും. അപ്പോൾ അതിനാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് അരിക് ഒട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് പോരും. അപ്പോൾ കണ്ട നമ്മുടെ ദോശ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കേട്ടോ ഈ ഒരു ഗോതമ്പ് ദോശ. അപ്പോൾ നമുക്ക് അടുത്തും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടും കട്ടില്ലാണ്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരു തവണ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ 2ാമത്തത് ഉണ്ടാക്കിയെടുക്കുമല്ലോ, അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി കൊടുത്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തവണ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളം ഇനി ചേർക്കണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം എന്നാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി കട്ടിയായിട്ട് നമുക്ക് ഈ ഒരു ദോശ കിട്ടരുത്. അത് ഇതുപോലെ കഴിക്കുമ്പോഴാണ് നമുക്കിത് നീർദോശയാണ്, പക്ഷെ നമുക്കിത് ആട്ടപ്പൊടിയാണോ ഗോതമ്പ് പൊടിയാണോ ഒന്നും പെട്ടെന്നൊന്നും ആരും പറയൂല കേട്ടോ. നമുക്കൊരു ആ ഒരു ഗോതമ്പ് പൊടിയുടെ ഒന്നും ഒരു ടേസ്റ്റ് അല്ല കേട്ടോ തോന്നുക ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ അടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ്.
പിന്നെ ഞാൻ നീർദോശ ഗോതമ്പ് പൊടിയുടെ നീർദോശയാണ്, ആട്ടപ്പൊടിയുടെ നീർദോശയാണെന്ന് പറയുമ്പോൾ ആട്ടപ്പൊടി വെച്ചിട്ട് നീർദോശ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം. അപ്പോൾ ഇത് അറിയാത്തവരും ഉണ്ട്, ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, ഇഷ്ടം പോലെ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ അത് അറിയാത്തവരുണ്ട് നമ്മളിലൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദോശ ഗോതമ്പ് പൊടി ആട്ടപ്പൊടിയൊക്കെ വെച്ചിട്ട് നീർദോശ ഉണ്ടാക്കിയാൽ മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കോ എന്നൊക്കെ ഒത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ചിലർക്ക്. അപ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല, നമ്മൾ അരിദോശ വെച്ച് ചെയ്യുന്ന ആ രീതിക്ക് തന്നെ ദോശ കിട്ടും. നമ്മൾ അരിദോശയുടെ നീർദോശനെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പം അതുകൊണ്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടത്. കണ്ടോ? നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ദോശ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ മുഴുവനും ഒന്ന് ചുട്ടെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആട്ടമാവ് വെച്ചിട്ടുള്ള നീർദോശ ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലോണം കനം കുറഞ്ഞ് തന്നെ നമുക്ക് ഈ ഒരു ദോശ കിട്ടിയിട്ടുള്ളത് കണ്ടോ. അടി കരിഞ്ഞു പോയിട്ടോ അങ്ങനെ ഒന്നുമല്ല, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഈ നീർദോശ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ദോശക്കല്ലിലാണ് ഞാൻ ഈ നീർദോശ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ദോശക്കല്ലാകുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ തടവി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മക്കൾക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ദോശക്കല്ലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നീർദോശ, നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ടുള്ള നീർദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളിത് ഒത്തിരി സമയമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് നമ്മൾ കലക്കുന്നു, ദോശച്ചട്ടിയിൽ ഒഴിക്കുന്നു, അത്രേ നമുക്ക് പണിയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പത്തിൻ്റെയും ദോശയുടെയും വെറൈറ്റി ആയിട്ടുള്ള ദോശ അപ്പം ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോവല്ലേ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു ദോശയുടെ മുകൾ ഭാഗം ഞാനിതാ നന്നായിട്ട് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് തന്നെ ഞാനിതാ തൊട്ട് കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നമ്മുടെ കൈയിൽ കണ്ട ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല. അപ്പം അതും ചിലരുടെ ഒരു ഡൗട്ടായിരുന്നു, ഗോതമ്പ് പൊടിയല്ലേ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടോ, നമുക്കിത് മൊരിപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ആക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.